മെയ് 31 പ്രസിദ്ധപ്പെടുത്തിയ ഒഫീഷ്യൽ കീ അനുസരിച്ച് നമ്മൾ പറഞ്ഞതിൽ നിന്നും 2 ആൻസറുകൾ വ്യത്യസ്തമുണ്ടായിരുന്നു. ഒരു ബയോളജി ചോദ്യത്തിലും അത് സെക്ഷൻ ബിയിലാണ്. എല്ലാവർക്കും ചോയ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗവും ആ ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുമില്ലായിരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാരണം നമ്മുടെ പേരൻസും കുട്ടികളും എല്ലാം കാത്തിരിക്കുന്നു അതിന് തന്നെയാണ്. നമ്മുടെ ഇതുവരെയുള്ള അറിവിൽപ്പെട്ടിടത്തോളം 6 സെൻറ്ററുകളിൽ എക്സാം താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുതിയ NCERT നിലവിൽ വന്നത് 2023 അവസാന സമയത്താണ്. ഈ കുട്ടികൾ മുഴുവൻ പഠിച്ചിരിക്കുന്നത് റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഈ വർഷം ബോർഡ് എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും പഠിച്ചിരിക്കുന്നത് പഴയ NCERT അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. വളരെയധികം ആൻസൈറ്റി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് രാഷ്ട്രീയ സാഹചര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റിസൾട്ട് ആ സമയത്ത് പ്രഖ്യാപിച്ചപ്പോൾ മുതലാണ് ദേശീയ മാധ്യമങ്ങളും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും എന്തുകൊണ്ടായിരിക്കാം NDA തിടുക്കപ്പെട്ടൊരു റിസൾട്ട് പ്രഖ്യാപിച്ചത്. ഈ 2 സ്കോർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം കണ്ടുപിടിക്കപ്പെടുമായിരുന്നില്ല. എഞ്ചിനീയറിംഗിൻ്റെയോ മെഡിക്കലിൻ്റെയോ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവമില്ല. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറിനോട് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള അതിലെ അസ്വാഭാവികതകൾ ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രേസ് മാർക്ക് കൊടുത്ത രീതി. നീറ്റ് എഴുതി ഇത്രയും പഠിച്ച് ഇത്രയധികം മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളോടും 23 ലക്ഷം കുട്ടികളോടും ആ കിട്ടിയ കുട്ടികളോടും ഞാൻ പറഞ്ഞില്ല, തെറ്റിന് വരെ കിട്ടി, തെറ്റിന് മാർക്ക് കിട്ടുന്നൊരു സ്വാഭാവികം ഉണ്ടായി. അപ്പം ആ കിട്ടിയ കുട്ടികളോട് വരെ കാണിച്ച നീതികേടെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇത് നമ്മുടെ നീറ്റ് 2024 നീറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനും ഇങ്ങനൊരു അറിയിപ്പില്ല. ആ എക്സാം താമസിപ്പിച്ചെങ്കിൽ അത് 550 എക്സാം സെൻറ്ററുകളുണ്ട് ഇന്ത്യയിൽ. ഈ 550 സെൻറ്ററിലും ഒരേ നീതി നടപ്പാക്കണമായിരുന്നു. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ടാണ് ഉന്നതാധികാര സമിതി പോകുന്നതെങ്കിൽ ശക്തിയുക്തം നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. കേരളത്തിൽ ഒരു അസ്വാഭാവികതയും നീറ്റിനുണ്ടായിട്ടില്ല. ദുരൂഹതകളെ മറനീക്കി നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഈ കാര്യത്തിലും ബ്രില്യൻ ടീം ഒപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 99ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ, ശരിക്കും പറഞ്ഞാൽ നീറ്റ് 2024 നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അലോട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് ഇന്ത്യ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ള തരത്തിലേക്ക് മാറി മറ്റൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സർ, ശരിക്കും സ്കാമൊക്കെ എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ എന്താണ് നീറ്റ് 2024 സംഭവിച്ച യാഥാർത്ഥ്യതകൾ? നമുക്ക് മെയ് 5 നീറ്റ് എൻട്രൻസ് എക്സാം നടന്നത് നമുക്കറിയാം. ഏതാണ്ട് 5:20 എക്സാം തീർന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസും അല്ലെങ്കിൽ എല്ലാ നീറ്റ് ആസ്പിറൻസുള്ള എല്ലാവർക്കും മനസ്സിലായത് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. യാതൊരു വിധമുള്ള ഒരു ദുർഗ്രഹതയും ഇല്ലാത്ത, എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസറുള്ള ഒരു വളരെ ഈസി ലെവലുള്ള, അതായത് നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് ആൻസറുകൾ അനലൈസ് ചെയ്തു. കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്നും തീർച്ചയായിട്ടും അവരുടെ റെസ്പോൺസ് നമ്മൾ എത്രയും പെട്ടെന്ന്, അത് നമ്മുടെ തീർച്ചയായും എല്ലാ വർഷവുമുള്ള രീതി തന്നെയാണ്. ഏതൊരു മെയിൻ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് അത് കീ തയ്യാറാക്കുകയും അത് എഴുതിയ എല്ലാ കുട്ടികളിലേക്കും ആ കീ പാസ് ചെയ്തിട്ട് അവരുടെ റെസ്പോൺസ് എത്ര മാർക്കാണ് നിങ്ങൾ കൂട്ടിയെന്നുള്ളത് തിരിച്ച് മേടിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾ എത്ര സ്കോർ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആ പരീക്ഷ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊരു ബ്രില്യൻ്റ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ മെയ് 5 എക്സാം കഴിഞ്ഞു. ഹാഫ് ആൻ അവറിൽ തന്നെ നമ്മൾ കീ തയ്യാറാക്കി നമ്മൾ എല്ലാ കുട്ടികളിലേക്കും കീ എത്തിച്ചു. എന്നിട്ട് അവരുടെ റെസ്പോൺസ് നമ്മൾ മേടിച്ചു, അവരുടെ ഏകദേശം ഒരു സ്കോർ മേടിച്ചു. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ഈ വർഷം ആദ്യമായിട്ട് 720 മാർക്ക് നമുക്കുണ്ട്. അതൊന്നല്ല, ആൻസറിൻ്റെ ചേഞ്ചിനനുസരിച്ച് വേണമെങ്കിൽ 4 ഫുൾ മാർക്ക് വരെ നമുക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മളത് പിറ്റേ ദിവസം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എത്താണ് ഈ വർഷം എന്താണെങ്കിലും 720 നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായതിനെക്കുറിച്ചും കട്ട് ഓഫ് വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. അതായത് 600 ലെവലിൽ ഏതാണ്ട് 50-55 മാർക്ക് വരെ കൂടാനുള്ള സാഹചര്യമൊക്കെ നാം വിവരിക്കുകയും ചെയ്തു. അതിനുശേഷം മെയ് 31 എത്തിയപ്പോഴേക്കും അവരുടെ OMR ഷീറ്റ് മുഴുവൻ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കുട്ടികളുടെയും OMR ഷീറ്റും അതിൻ്റെ റെസ്പോൺസും അതോടൊപ്പം തന്നെ ഒറിജിനൽ ആൻസർ കീയും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. മെയ് 31 പ്രസിദ്ധപ്പെടുത്തിയ ഒഫീഷ്യൽ കീ അനുസരിച്ച് നമ്മൾ പറഞ്ഞതിൽ നിന്നും 2 ആൻസറുകൾ വ്യത്യസ്തമുണ്ടായിരുന്നു. ഒരു ബയോളജി ചോദ്യത്തിലും അത് സെക്ഷൻ ബിയിലാണ്. എല്ലാവർക്കും ചോയ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾ ഭൂരിഭാഗവും ആ ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുമില്ലായിരുന്നു. പക്ഷേ സെക്ഷൻ എയിൽ ഫിസിക്സിൻ്റെ ക്വസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞ ആൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു ഉത്തരമാണ് അവർ പറഞ്ഞിരുന്നത്. അതും ശരിയായിരുന്നു. പുതിയ NCERT അനുസരിച്ച് NDA പറഞ്ഞിരുന്ന ആൻസർ കൃത്യമായിരുന്നു. പക്ഷേ
പുതിയ NCERT നിലവിൽ വന്നത് 2023 അവസാന സമയത്താണ്. ഈ കുട്ടികൾ മുഴുവൻ പഠിച്ചിരിക്കുന്നത്, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഈ വർഷം ബോർഡ് എക്സാം എഴുതിയ കുട്ടികളാണെങ്കിലും പഠിച്ചിരിക്കുന്നത് പഴയ NCERT അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ആൻസർ കീ പറഞ്ഞതും. അതുകൊണ്ട് പഴയ ആൻസർ കീ അനുസരിച്ച് അതിനകത്തുള്ളൊരു ഉത്തരവും നമ്മൾ പറഞ്ഞ ബ്രില്യൻ്റ് പറഞ്ഞ ആൻസറും NTA പുതിയതായിട്ട് പറഞ്ഞ ആൻസറും തമ്മിൽ അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളും ബഹുഭൂരിപക്ഷം വരുന്ന നീറ്റ് എഴുതിയ കുട്ടികളും അതിനെതിരെ ചലഞ്ച് ചെയ്തു. പഴയ NCERT ആണ് ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾക്ക് പുതിയ NCERT കാണാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് പഴയ NCERTക്ക് അനുസരിച്ച് മാർക്ക് നൽകണമെന്ന് പറയുകയും അത്രയധികം കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ജൂൺ 4 രാവിലെ ഏതാണ്ട് 4 മണിയോടുകൂടി ഒഫീഷ്യൽ ആൻസർ കീ, റിവൈസ് ചെയ്ത ഒറിജിനൽ ആൻസർ കീ NTA പ്രസിദ്ധപ്പെടുത്തി. നമ്മൾ ആ 4 മണിക്ക് തന്നെ അത് ലൈവ് ചെയ്യുകയും ചെയ്തു. അതായത് പഴയ NCERT അനുസരിച്ചും പുതിയ NCERT അനുസരിച്ചുമുള്ള 2 ചോദ്യത്തിനും ആൻസർ കൊടുക്കാനാണ് അവർ തീരുമാനിച്ചത്. സാധാരണ അങ്ങനെ ഒരു സംശയം വരുന്ന സാഹചര്യത്തിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയും അതിൻ്റെ മാർക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുകയാണ് പതിവ്. കാരണം അങ്ങനെ ചെയ്താലും എല്ലാവർക്കും ഒരേ പ്രയോജനം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ചെയ്തത് പഴയ NCERTക്ക് മാർക്ക് കൊടുത്തു, പുതിയ NCERT അനുസരിച്ചുള്ളതിന് മാർക്ക് കൊടുത്തു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അങ്ങനെ വന്നതുകൊണ്ട് ഒരേ മാർക്ക് കിട്ടിയ ധാരാളം കുട്ടികളുണ്ടായി. ഏതാണ്ട് 67ഓളം കുട്ടികൾക്ക് 720 മാർക്ക് കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി. ഇനി പഴയ ആൻസർ കീ അനുസരിച്ചായിരുന്നെങ്കിൽ പോലും NTA പറഞ്ഞ ആൻസർ കീ അനുസരിച്ചാണെങ്കിലും ബ്രില്യന്റിന് അപ്പോഴും 720 മാർക്ക് ഉണ്ടായിരുന്നു. ഈ ജൂൺ 4 രാവിലെ ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അത് അനലൈസ് ചെയ്ത് 2-3 ദിവസത്തിനുള്ളിൽ മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളൂ. ജൂൺ 4 പ്രത്യേകത നമുക്കറിയാമല്ലോ, ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന നാഷണൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും വളരെയധികം ആങ്സൈറ്റി നിറഞ്ഞൊരു അന്തരീക്ഷമാണ് രാഷ്ട്രീയ സാഹചര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞൊരു 3:30 NTA റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ റിസൾട്ട് ആ സമയത്ത് പ്രഖ്യാപിച്ചപ്പോൾ മുതലാണ് ദേശീയ മാധ്യമങ്ങളും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും എന്തുകൊണ്ടായിരിക്കാം NTA തിടുക്കപ്പെട്ടൊരു റിസൾട്ട് പ്രഖ്യാപിച്ചത്. അവിടെയാണ് അല്പമെങ്കിലും, അതുവരെ എല്ലാം ഒറിജിനലായിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആദ്യമായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്തിനായിരിക്കാം പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കിയത്. അപ്പോഴും പ്രത്യേകിച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 724 കുട്ടികളുണ്ട്, 715 നല്ല മാർക്കുണ്ട്, 700-നകത്ത് 190ഓളം കുട്ടികൾ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിനുണ്ട്. പരീക്ഷ നടത്തിപ്പിലോ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഒന്നും നമുക്ക് യാതൊരു കംപ്ലൈൻറ്റുകളും ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ റിസൾട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്കറിയാം കട്ട് ഓഫ് വളരെ കൂടി. 610 മാർക്ക് എന്നുള്ളത് 656 അല്ല 657 മാർക്കിലോട്ടൊക്കെ ഓൾ ഇന്ത്യ കട്ട് ഓഫ് മാറുന്നു. സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ ഒരു 570 മാർക്കിലോട്ടൊക്കെ വേണമെന്നുള്ള ആ സാഹചര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ആ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഒരു വൈകുന്നേരം 7 മണിയോടുകൂടിയൊക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ വർഷത്തെ നീറ്റിൻ്റെ സ്കോറിനകത്ത് പതിവില്ലാതെ 718 മാർക്ക്, 719 മാർക്ക്. ഈ 2 സ്കോർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം കണ്ടുപിടിക്കപ്പെടുമായിരുന്നില്ല. കാരണം ബാക്കി എല്ലാ സ്കോറും പോസിബിളാണ്. 715 തൊട്ടുള്ള എല്ലാ സ്കോറുകളും പോസിബിൾ ആയതുകൊണ്ട് 713ഉം 14ഉം വരില്ല. അതല്ലാത്ത സ്കോറുകളെല്ലാം പോസിബിൾ ആയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. പക്ഷേ ആരോ 2 പേർ ഇതിൽ ജാഗരൂകരാവുകയും അവർ ഇത് സോഷ്യൽ മീഡിയയിലാക്കുകയും ചെയ്തതോടുകൂടി എല്ലാവരും ഇത് ശ്രദ്ധിച്ചു. എന്തുകൊണ്ട് 718ഉം 19ഉം വന്നു? അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറയാതിരുന്ന NTA അപ്പോൾ ഒരു ട്വീറ്റ് ചെയ്തു, ഇത്തവണ ഗ്രേസ് മാർക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. 6ഓളം സെൻറ്ററുകളിൽ എക്സാം താമസിച്ചതിൻ്റെ പേരിൽ മുൻപ് 2018 ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് 1400 വിദ്യാർത്ഥികൾക്ക്, അതായത് -20 മുതൽ 720 മാർക്ക് വരെ, അതായത് ഫുള്ള് മാർക്ക് കിട്ടിയവർക്ക് വരെ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവർ ട്വീറ്റ് ചെയ്തു. ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞില്ല. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത്, ഫുൾ മാർക്കിന് വരെ ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക്. എഞ്ചിനീയറിങ്ങിൻ്റെയോ മെഡിക്കലിൻ്റെയോ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനൊരു സംഭവമില്ല. ഒരു ഓൺലൈൻ എക്സാം, LLBക്കുള്ള ക്ലാറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ എക്സാമിൻ്റെ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് ഒരു എക്സാം താമസിപ്പിച്ചപ്പോൾ വന്ന ഒരു ഹൈക്കോടതി വിധിയെ മുൻനിർത്തി NTAയുടെ മുൻപന്തിയിലുള്ള ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ബോണസ് മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് എന്നുള്ള സിസ്റ്റം നീറ്റിലോട്ട് കടന്നു വരികയാണ്. അപ്പം 715 കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഫുൾ ആൻസർ ചെയ്തിരുന്നു. അയാളുടെ തെറ്റിപ്പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് 715 കിട്ടിയത്. ആ വ്യക്തിക്കും ഈ ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം കിട്ടി, തെറ്റിപ്പോയതാണ്, ആനുകൂല്യം കിട്ടി 719 വന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, പലരും പലയിടത്തായിരിക്കും ആൻസറുകൾ ഗ്യാപ്പ് ഇടുന്നത്, കാരണം ചെയ്യാതെ വരുന്നത്. അപ്പം ഇത് സമയത്ത് ഇല്ലാതെ പോയത് കൊണ്ടല്ല, അറിയാൻ മേലാത്തതുകൊണ്ട് പറ്റിയതാണ്.
അവർക്കൊക്കെയും ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇത് എല്ലാവരും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. പിന്നെ ഹരിയാനയിലെ ഒരു സെൻറ്ററിൽ തന്നെ ഈ 718 മാർക്ക് വരുന്നു, 719 മാർക്ക് വരുന്നു, 8 പേർക്ക് 720 വരുന്നു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെല്ലാം അതും ശ്രദ്ധിച്ചു. അപ്പോൾ അങ്ങനെയാണ് നീറ്റിൻ്റെ ഈ അസ്വാഭാവികത ഉടലെടുക്കുകയും ഇത് എല്ലാവരും ഏറ്റെടുക്കുകയും ഇത്ര വലിയൊരു ജനമുന്നേറ്റമായി മാറുകയും ചെയ്തത്. സർ, അതുപോലെ തന്നെ ഇതിൽ കുറേ അസ്വാഭാവികതയുണ്ടെന്ന് ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും തീർച്ചയായും. അപ്പോൾ അതിൽ കുറേയൊക്കെയാണ് ഫാക്ട്, എല്ലാം ഫാക്ട് ഒന്നും അല്ല. കാരണം നീറ്റ് സ്കാം എന്നൊക്കെ പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മളെ കേരളത്തിലൊക്കെ നമുക്കറിയാം, അതൊന്നും നീതിക്ക് നിരക്കുന്നതല്ല. അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള അതിലെ അസ്വാഭാവികതകൾ എന്തെല്ലാം? ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രേസ് മാർക്ക് കൊടുത്ത രീതി. അങ്ങനെ ഒരു സംഭവമേ പാടില്ല. ആ സെൻട്രൽ എക്സാം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ചെയ്യേണ്ടത് എക്സാം താമസിച്ച കാര്യം നോക്കിയിട്ട് ആ കുറ്റം ചെയ്തവർക്കെതിരെയുള്ള കൃത്യമായ നടപടികൾ എടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അർഹരായ കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ റീടെസ്റ്റ് നടക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. ആ സെൻട്രൽ യഥാർത്ഥത്തിൽ വേറൊരു റീടെസ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് പകരം റീടെസ്റ്റ് നടത്തണമായിരുന്നു. അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് തീർത്തും ഈ മേഖലയെ മുഴുവൻ നീറ്റ് എഴുതി ഇത്രയും പഠിച്ച് ഇത്രയധികം മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളോടും, 23 ലക്ഷം കുട്ടികളോടും, ആ കിട്ടിയ കുട്ടികളോടും, ഞാൻ പറഞ്ഞില്ല തെറ്റിന് വരെ കിട്ടി, തെറ്റിന് മാർക്ക് കിട്ടുന്നൊരു സ്വാഭാവികം ഉണ്ടായി. അപ്പം ആ കിട്ടിയ കുട്ടികളോട് വരെ കാണിച്ച നീതികേടെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. മൂന്നാമത്തേതായിട്ട് കാണിച്ച നീതികേടെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് കൊടുത്തു. മെഡിക്കൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം എയിംസ് ഡൽഹിയാണ്. എയിംസിൽ 56 സീറ്റാണ് ജനറൽ വിഭാഗത്തിനുള്ളത്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണെങ്കിൽ 67 പേര് മുഴുവൻ മാർക്കുമുണ്ട്. ഈ മുഴുവൻ മാർക്ക് അനുസരിച്ച് റാങ്ക് കൊടുത്തത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറാണ്. ആരാണ് ആദ്യം അപ്ലൈ ചെയ്തത് അവർക്ക് നല്ല റാങ്ക് കിട്ടി. ഇത് നമ്മുടെ നീറ്റ് 2024-ൻ്റെന്നല്ല, നീറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിനും ഇങ്ങനൊരു അറിയിപ്പില്ല. ആദ്യം അപ്ലൈ ചെയ്താൽ നല്ല റാങ്ക് കിട്ടും, എയിംസിൽ പഠിക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ എയിംസിൽ നിന്നല്ല, നല്ല റാങ്ക് കിട്ടുമെന്ന് പറയുന്നില്ല. ഇന്ന് വരെ ചരിത്രത്തിലില്ല. ഈ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് അവർ പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡർ ആണെന്നുള്ളത് പറയുന്നത്. അപ്പം ഒരു കാരണവശാലും ആ വിദ്യാർത്ഥിയുടെ എയിംസ് എന്ന സ്വപ്നത്തിനെ ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയതിൽ ഒരു തെറ്റായി കാണിച്ചുകൊണ്ട് എയിംസ് ഒരിക്കലും നിഷേധിക്കുന്നത് തെറ്റാണ്. ഇതെല്ലാം പിന്നെ ഇലക്ഷൻ്റെ ഇടയ്ക്ക് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിനൊക്കെ വേണമെങ്കിൽ നീതി എന്ന് പറയാം, അതിന് നമുക്ക് പ്രത്യേകിച്ച് എതിര് പറയാനില്ല. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ളത് NDA അസന്ധിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേതാണ്ട് പൂർണ്ണമാണ്. കാരണം ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം, ഫുൾ മാർക്ക് മേടിക്കാനുള്ള ഇനി 67 പേരാണ്, 67 പേർക്ക് വേണേൽ മേടിക്കാമായിരുന്നു. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. ഒരു ക്വസ്റ്റിന് പോലും ഒരു ദുർഗ്രഹതയില്ലായിരുന്നു, കൺഫ്യൂഷൻ ഉള്ള ഒരു ചോയ്സ് പോലും ഇല്ലായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിൽ ഒന്നാമത്തെ ചോയ്സ് തന്നെ ആൻസർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടത്തക്ക രീതിയിൽ സിമ്പിളായിരുന്നു. അസേഷൻ റീസൺ ഒക്കെ ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിരുന്നു. അപ്പം ക്വസ്റ്റിൻ്റെ കാര്യത്തിലോ മാർക്ക് ഫുള്ള് കിട്ടിയ കാര്യത്തിലോ ഇത്രയും അധികം കുട്ടികളുടെ ഒരു സംശയവും നമ്മൾക്കില്ല. നമ്മൾ പറയുന്ന 3 കാര്യങ്ങൾ, ഒന്ന് ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിലും ആപ്ലിക്കേഷൻ നമ്പർ അസെൻഡിങ് കൊടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ രീതിയെയും അതുപോലെ തന്നെ ആ എക്സാം താമസിപ്പിച്ചെങ്കിൽ അത് 550 എക്സാം സെൻറ്ററുകളുണ്ട് ഇന്ത്യയിൽ. ഈ 550 സെൻറ്ററിലും ഒരേ നീതി നടപ്പാക്കണമായിരുന്നു. ഒരു ഹൈക്കോടതി വിധി ഉണ്ടെങ്കിൽ അത് 23 ലക്ഷം വിദ്യാർത്ഥികൾക്കും ഒരേ നീതി കൊടുക്കണം. ഇത് 3മാണ് നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. സർ, കേരളത്തിൽ 95% റിസൾട്ടും ബ്രില്യൻ സ്റ്റഡി സെന്റർ. തീർച്ചയായിട്ടും. കാരണം ഈ വർഷം ബ്രില്യൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു വിജയം. കാരണം 720 ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫുൾ മാർക്ക്. 4 പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയുള്ള ഏറ്റവും നല്ലൊരു വിജയം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളും ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റ് അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. നമ്മളുടെ വിജയത്തിൽ 35% വിജയം, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ സെലക്ഷൻ കിട്ടാൻ പോകുന്നതിൽ 2000-ന് അപ്പുറത്ത് കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. 33%-അധികം വിജയം നമുക്ക് ആ മേഖലയിൽ തന്നെ കൂടുതൽ കിട്ടാൻ സാധിച്ചു. അപ്പം സാർ പറഞ്ഞ പോലെ തന്നെ 95% മലയാളികളും നമ്മുടെ കുട്ടികളായിരിക്കും വിവിധ സ്ഥാപനങ്ങളിൽ MBBS-ന് ഗവൺമെന്റ് മേഖലയിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്രയധികം വിജയം ഉണ്ടായിട്ടും ആ യഥാർത്ഥ വിജയം ഇപ്പോഴല്ല ആഘോഷിക്കേണ്ടതെന്നുള്ള നിലപാടിലാണ് നമ്മളുടെ മാനേജ്മെന്റ് എത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്
ശിവൻ സാർ കൃത്യമായ വിവരവുമായിട്ട് പറയുന്നത്. ഞാൻ എടുത്തു പറയാം, കൃത്യമായ വിവരവുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അതും മാനേജ്മെന്റിന് വളരെ വ്യക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു. ഒരു കാര്യം കേട്ട് നമ്മൾ എടുത്ത് ചാടുകയും നമ്മുടെ കുട്ടികളാണ് കൂടുതലുള്ളത്. ആ കുട്ടികൾക്ക് 17-18 വയസ്സാണ്. അപ്പോൾ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചേർന്നു, നീറ്റ് റീടെസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അങ്ങനെ ഒന്നും പോകാൻ പാടില്ല. കൃത്യമായിട്ടും നിങ്ങൾ ഇതിനുള്ളിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് വേണ്ട ഇടപെടലുകൾ നടത്തണം. ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് പേരൻസിൻ്റെ അടുത്തും കുട്ടികളുടെ അടുത്തും പറയണം. എന്നിട്ട് ഒരു തരത്തിലുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അത് റിസൾട്ട് കിട്ടിയവർക്കും വിജയിച്ചവർക്കും വിജയിക്കാത്തവർക്കും എല്ലാവർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുന്നുള്ള വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ സാർ, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ വൈകി എത്തുന്നു, കൃത്യമായ വിവരങ്ങളുമായിട്ടെത്തുന്നു, പിന്നീട് അങ്ങോട്ട് ഇതുവരെയുള്ള ദിവസങ്ങളെല്ലാം കൃത്യമായി കേട്ടു. തീർച്ചയായിട്ടും. അപ്പോൾ ആ ബ്രില്യൻ്റ് ഇടപെട്ട രീതികൾ എന്തൊക്കെയാണെന്ന് ജനങ്ങളോട് നമുക്ക് പറയണം. തീർച്ചയായിട്ടും. കാരണം ജൂൺ 4-ാം തീയതി 3:30 റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു അസ്വാഭാവികതയും തോന്നിയില്ല. 7:30 ഇങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നറിഞ്ഞത്. നമ്മൾ രാത്രി 10 മണിയോടുകൂടി തന്നെ നമ്മളുടെ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളത് അതിൻ്റെ ഒരു എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ നമുക്ക് നാളെ രാവിലെ നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അതുപോലെ മാനവ വിഭവശേഷി വകുപ്പ്, ആരോഗ്യ മന്ത്രാലയം, NTA, കാരണം കേന്ദ്ര ഗവൺമെൻറ് നിലവിലായിട്ടില്ല. ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇത് പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലവിലില്ലാത്തിരുന്നത് കൊണ്ട് നമ്മൾ ഓഫീസ് വൃന്ദങ്ങളിൽ കൃത്യമായ ഒരു രേഖാമൂലം തന്നെ ഇതിൻ്റെ നടപടികൾ എന്തായിരിക്കാം ഇങ്ങനെയുള്ളത് കാര്യം, ഇത് കൃത്യമായിട്ട് വിശദീകരിക്കണം. ഒരു ട്വീറ്റ് ചെയ്തുകൊണ്ട് മാത്രമാവില്ല, കൃത്യമായിട്ട് ഇത് വിശദീകരിക്കുന്നുള്ള ലെറ്ററുകൾ തയ്യാറാക്കുകയും വിവിധ ഏജൻസികളും പത്രമാധ്യമങ്ങൾ വഴിയും, അതിന് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, മനോരമ അടക്കമുള്ള എല്ലാ പത്രമാധ്യമങ്ങളും അവരുടെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കളടക്കം ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് നൽകിയത്. അവിടെ ഒത്തിരിയധികം പേര് സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത്. കാരണം നമുക്ക് ഡൽഹിയിൽ അത്ര പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നില്ല. അപ്പം അവരുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് നമുക്ക് ഇതിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ലെറ്ററുകൾ എല്ലായിടത്തും അപ്പം തന്നെ ധാരാളം കുട്ടികൾ സമീപിച്ചിട്ടുണ്ട്. നമ്മളതല്ലാതെ തന്നെ ധാരാളം അവിടെ സമീപിച്ചിട്ടുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 5-ാം തീയതി വൈകുന്നേരം NTA ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യൂ, NTA തന്നെ പറയുമെന്ന് പറഞ്ഞു. അപ്പം അതാണ് സാർ ആദ്യം പറഞ്ഞ വീഡിയോ, റാങ്ക് പുനർനിർണ്ണയിക്കണമെന്ന് പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്യുകയും ഇന്ന് NTA പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. വൈകുന്നേരം 7 മണിയായപ്പോൾ NTA വളരെ വിശദമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തു. അതിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1400 പേർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വൈകുന്നേരം നമ്മൾ തീരുമാനിച്ചു ഇത് പോരാ, ഇതിൽ യാതൊരു ക്ലാരിറ്റിയും ഇല്ല. എങ്ങനെയാണ് ബോണസ് മാർക്ക് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത്, ഏത് എക്സാം സെൻറ്ററിലാണ് കൊടുത്തത്, ആപ്ലിക്കേഷൻ നമ്പർ, അസെൻഡിങ് ഓർഡറിൽ എവിടെയാണ് തീരുമാനിക്കാനുള്ള അവകാശം, ഇതെങ്ങനെയാണ് NTAക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നത്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് അന്ന് തന്നെ വീണ്ടും ഡയറക്ടർ ബോർഡ് കൂടുകയും ഇതിൻ്റെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇതേ ആവശ്യവുമായിട്ട് പത്രമാധ്യമങ്ങളും അല്ലാത്ത മുഖ്യധാരാ പ്രവർത്തകരുമായിട്ട് നമ്മൾ വീണ്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുകയും അപ്പം തന്നെ നമുക്കറിയാൻ സാധിച്ചു, ഉച്ചയ്ക്ക് 12:30 ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മീഡിയകളെ കാണുന്നുണ്ട്, ഒപ്പം NTAയുടെ ആൾക്കാരുമുണ്ട്, എന്താണ് സാഹചര്യം എന്നുള്ളത് അവർ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും അന്ന് രാവിലെ അത് പറഞ്ഞു, നമുക്ക് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം NTAയുടെ ഭാഗത്തുനിന്നും അന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലായി, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല എന്നുള്ള അതേ സ്റ്റാൻഡിൽ തന്നെയാണ് NTA നിലനിൽക്കുന്നത്. 6 സെൻറ്ററുകളിലാണ് ഇതുപോലെ എക്സാം താമസിച്ചതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രേസ് മാർക്ക് വിവാദത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാം. ഒരാഴ്ചക്കുള്ളിൽ ഈ സമിതി റിപ്പോർട്ട് തയ്യാറാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നീറ്റിൻ്റെ റാങ്ക് പുനർനിർണ്ണയിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ആ സമിതിക്ക് മുമ്പാകെ നമ്മളുടെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ സമർപ്പിക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് നമ്മളുടെ സമീപനങ്ങൾ എന്തൊക്കെയാണോ അത് പേരൻസുമായിട്ടും ആലോചിച്ച് കൃത്യമായിട്ട് നമ്മുടെ ഫാക്കൽറ്റികളും ഒക്കെ അതിൻ്റെ കൂടെ കൂടി കൃത്യമായിട്ട് ആ സമിതിക്ക് മുമ്പിൽ നമ്മുടെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വരുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ തുടർ നടപടികൾ. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെയും പേരൻസിനെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ. ഇത്
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ബെർലിൻ സ്റ്റഡി സെൻറ്റർ കൂടെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞൊരു നിയുക്ത സംഘം ഇതിന്റെ പിന്നിൽ ഇനി പ്രവർത്തിക്കും. ഒരു സമിതി ഉണ്ടാവും. അതെ, ഒരാഴ്ചയ്ക്ക് ശേഷം അതിന്റെ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ വരുമെന്ന് പറഞ്ഞു. എങ്കിലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പേരൻസും കുട്ടികളും എല്ലാം കാത്തിരിക്കുന്നു അതിന് തന്നെയാണ്. കാരണം ഇത് പ്രതിപക്ഷ സംഘടനകളൊക്കെ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഏറ്റെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർക്കെതിരെയുള്ള ഒരു ആയുധമൊക്കെ ആക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് താനും. എങ്കിലും സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശങ്ങളൊക്കെ ഈ കാര്യത്തിലുള്ളത് കൊണ്ടും സാധാരണ സംഭവിക്കുന്നതും സമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ച് തന്നെയായിരിക്കും റാങ്ക് പുനർനിർണ്ണയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇതുവരെയുള്ള അറിവിൽപ്പെട്ടിടത്തോളം 6 സെൻറ്ററുകളിൽ എക്സാം താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ 6 സെൻറ്ററുകളിൽ വീണ്ടും പരീക്ഷ നടത്തും. ആ 6 സെൻറ്ററുകളിൽ മാത്രം. സമാന സ്വഭാവത്തിൽ 599 സെൻറ്ററുകളിൽ എവിടെയെങ്കിലും ആ എക്സാമിനർമാർ താമസിച്ചു എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെൻറ്ററുകളിലും വേണമെങ്കിൽ എക്സാം നടത്തും. അതുമാത്രമാണ് റീടെസ്റ്റിനുള്ള സാഹചര്യം. ആ 6 സെൻറ്ററുകളിൽ മാത്രം. ഗ്രേസ് മാർക്ക് എന്നുള്ളത് പാടെ ഒഴിവാക്കും. എന്നിട്ട് റാങ്ക് പുനർനിർണ്ണയിച്ച് എത്രയും വേഗം തന്നെ നീറ്റ് 2024 റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുകയായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാവർക്കുമായിട്ട് ഒരു കാരണവശാലും നീറ്റ് 2024 നടക്കാനുള്ള സാഹചര്യമില്ല. സാർ, അപ്പോൾ ഇനി ഒരു റീനീറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കുട്ടികൾ വി വാണ്ട് റീനീറ്റ് എന്നുള്ളൊരു ടാഗ് ലൈനാണ് കൂടുതലും പറയുന്നത്. അത് സത്യത്തിൽ നീറ്റ് സ്കാം എന്നുള്ളത്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള വിവാദത്തിൻ്റെ പുറത്ത് നീറ്റുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഒരിക്കലും നീറ്റ് 2024 വീണ്ടും നടക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ടാണ് ഉന്നതാധികാര സമിതി പോകുന്നതെങ്കിൽ ശക്തിയുക്തം നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഇനിയൊരു പരീക്ഷയ്ക്ക് സാഹചര്യമില്ല. കേരളത്തിൽ ഒരു അസ്വാഭാവികതയും നീറ്റിനുണ്ടായിട്ടില്ല. ഏറ്റവും വൃത്തിയായിട്ട് തന്നെയാണ് നീറ്റ് നടന്നത്. പിന്നെ കുറച്ച് സെൻറ്ററുകളിൽ അല്പം താമസിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ നീറ്റിൻ്റെ ചോദ്യപേപ്പറിലോ നടത്തിയ രീതിയിലോ ഒന്നും ഒരു പരാതിയും കേരളത്തിൽ നിന്നില്ല. അതുകൊണ്ട് മറ്റൊരു നീറ്റ് എന്നുള്ളത് ചിന്തിക്കുന്നതേയില്ല. സർ, ഒരു പരിധിവരെ റാങ്ക് ലിസ്റ്റിൽ, ഇത് ഈ പറഞ്ഞതുപോലെ നടന്ന റാങ്ക് ലിസ്റ്റിൽ വലിയൊരു മാറ്റം വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും സാർ, ഈ നമ്മുടെ കുട്ടികളെ അത് എത്രമാത്രം ബാധിക്കും? നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഈ 67 എന്ന് പറയുന്ന റാങ്ക് തന്നെ മാറും. അത് 20-ലോട്ടൊക്കെ ചുരുങ്ങും. 720 എന്നുള്ളത്. അപ്പോൾ 720 കുട്ടികൾക്ക് എല്ലാവർക്കും എയിംസ് കിട്ടാനുള്ള സാഹചര്യമായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 650-ലോട്ട് എത്തുമ്പോഴേക്കും അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് ബെറ്റർ ആവുകയുള്ളൂ. അതുകൊണ്ട് റാങ്ക് പുനർനിർണ്ണയത്തിലൂടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ മലയാളികൾക്കും അതോടൊപ്പം തന്നെ ബെർലിനും ആയിരിക്കും. ഏറ്റവും നല്ലൊരു എല്ലാവർക്കും റാങ്ക് ബെറ്റർ ആവുക മാത്രമേ ചെയ്യുകയുള്ളൂ. കാരണം അനർഹമായിട്ടുള്ളവർ ഇതിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും. സാർ, അതുപോലെ തന്നെ ഇനിയുള്ള സമയങ്ങൾ എന്ന് പറയുന്നത്, സാറ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ കൃത്യമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അലോട്ട്മെന്റിന്റെ സമയങ്ങളിൽ നമ്മൾ ആദ്യമായിട്ടാണ് ശിവൻ സാറിനൊപ്പത്തിൽ ഇങ്ങനെ ഒരു എപ്പിസോഡിനെ കുറിച്ച് പോലും സംസാരിക്കേണ്ടി വരും. സാർ, ഈ അലോട്ട്മെന്റ് പ്രോസസ്സിലെ താമസം വരാൻ സാധ്യതകളുണ്ട്. ഇപ്പം ഈ ഉന്നത അധികാര സമിതിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും കൗൺസിലിംഗ് ഡേറ്റുകളുടെ ഒരു സാഹചര്യം. ഗ്രേസ് മാർക്ക് ഇപ്പോൾ കൊടുത്തലൊന്നും ഒരു അസ്വാഭാവികതയില്ല. ഇത് തന്നെ തുടരട്ടെ എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും കേരള മെഡിക്കൽ റാങ്ക് ഈ മാസം അവസാനം വരുന്നു. ജൂലൈ ആദ്യത്തെ ആഴ്ച ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കൃത്യമായിട്ട് നടക്കും. ആ 6 സെൻറ്ററുകളിൽ പുതിയ പരീക്ഷ എന്നാണ് പറയുന്നതെങ്കിൽ 2 ആഴ്ച തീർച്ചയായിട്ടും താമസം വരും. ജൂലൈ അവസാനത്തോടു കൂടി മാത്രമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലോട്ട് കടക്കുകയുള്ളൂ. അത് മാത്രമേ താമസിക്കാനുള്ളൊരു സാഹചര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ ഒരുപാട് കാര്യങ്ങൾ വളരെ സത്യസന്ധമായി കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് പറഞ്ഞത്. ബെർലിൻ്റെ എല്ലാ കാലവും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം കേരളത്തിൽ നിന്ന് എൻട്രൻസ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ ഒപ്പമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ വർഷം എഴുതിയ കുട്ടികൾ യാതൊരു തരത്തിലൊരു പാനിക് സിറ്റുവേഷനിലോട്ട് പോകേണ്ട സാഹചര്യമില്ല. അവർക്ക് കൃത്യമായ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പേരൻസുമായിട്ടും അതുപോലെ മുഖ്യധാര രാഷ്ട്രീയമായിട്ടും പത്രമാധ്യമങ്ങളുമായിട്ട് തന്നെയാണ്. അവരുടെ ഒരു സഹായത്തോടുകൂടി മാത്രമാണ് നമുക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. അപ്പം അവരോടുള്ള നന്ദി നമ്മൾ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞു. പത്രമാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ചാനലുകൾ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇത് ഒരുമിച്ച് നിന്നു. ബിസിനസ് പരമായിട്ടൊക്കെ വ്യത്യാസമുള്ളവരും എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ പുറത്താണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് NTA പോലുള്ളൊരു ഏജൻസിയെ കൊണ്ട് നമുക്ക് റീതിങ്കിങ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചത്. അതെല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ അപ്ഡേഷൻസ് എന്തെല്ലാമാണോ അതെല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ബെർലിൻ്റെ ഒപ്പം ഉണ്ടാവും. ദുരൂഹതകളെ മറനീക്കി നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ
ഈ കാര്യത്തിലും ബ്രില്യൻ ടീം ഒപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളികൾക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.